എന്നെ വീക്ഷിക്കുന്ന എല്ലാവർക്കും ഞാനൊരു അച്ചാറിടാൻ പോവാണ്. മാങ്ങയാണ്, ഉപ്പിട്ടുണങ്ങിയ മാങ്ങയാണ്. ഇപ്പോൾ അത് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുകയാണ്, ഒരു മാസമായി ഉണങ്ങിയിട്ട്. ഇനി പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി അത്ര അരിഞ്ഞ് വെച്ചിരിക്കുകയാണ്. എണ്ണ വെച്ചു, കടുകും ഉലുവയും കരിവേപ്പില ഇട്ടു, അതെല്ലാം പൊട്ടിക്കഴിഞ്ഞു. ഇനി അതിലേക്ക് ഇത് മൊത്തം ഇട്ട് ഇളക്കുകയാണ്. വെള്ളം ഇടാനായിട്ടാണ്. അപ്പം നല്ലെണ്ണ, ഉലുവ, കടുക്, മാങ്ങ, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില അത്രയും ഇട്ട് വഴറ്റിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അല്പം മഞ്ഞൾപ്പൊടി കൂടി ചേർക്കുകയാണേ, ഇച്ചിരി കളർ വേണം കേട്ടോ. വെള്ളം ഇടാനാണ്, മുളക് പൊടി ഒന്നും ചേർക്കുന്നില്ല. ഉപ്പ് സ്വല്പവും കൂടെ വേണം, ഇച്ചിരി ഉപ്പിട്ടുണങ്ങിയതല്ലേ ഉള്ളൂ. വെള്ള അച്ചാറാണെങ്കിൽ അല്പം മഞ്ഞൾപ്പൊടി കൂടി ചേർത്താൽ നല്ലൊരു നിറം കിട്ടുകയുള്ളൂ. ഇത് കുറേ നേരം ഇവിടെ കിടന്ന് ഇങ്ങനെ വരണം കേട്ടോ. അപ്പോൾ നമുക്ക് കായപ്പൊടി കൂടി ചേർത്തേക്കാം. ഇതെല്ലാം കൂടി വഴറ്റി കുറച്ച് നേരം ഇതിങ്ങനെ കിടന്ന് എണ്ണയ്ക്കകത്ത് കിടന്ന് വഴറ്റുന്ന, ഒട്ടും വെള്ളം ചേർക്കുന്നില്ല, ഉണ്ടാക്കുന്നതാണ്. ആവശ്യത്തിന് വേണമെങ്കിൽ പുളി കുറവാണെങ്കിൽ വിനാഗിരി ഒഴിക്കും. എനിക്ക് വിനാഗിരി ഒന്നും വയറിന് പറ്റത്തില്ല. ആവശ്യമെങ്കിൽ മാത്രം വിനാഗിരി ചേർക്കും, അത് ലാസ്റ്റാണ്. അപ്പോൾ ഇത് റെഡിയായി കഴിഞ്ഞു. അല്പം വിനാഗിരി കൂടി ചേർക്കുകയാണ്, പുളിയില്ല. എല്ലാം കൂടി ജോയിൻ ചെയ്ത് തണുക്കുമ്പോൾ ടിന്നിലിട്ട് അടച്ച് വെച്ചിട്ട് ഓരോ പീസ് എടുത്താൽ മതി. നല്ല ടേസ്റ്റാണ്. ഇപ്പം തന്നെ നല്ല സോഫ്റ്റായത്, നല്ല സോഫ്റ്റായി കേട്ടോ. ഇനി ഇരുന്ന് അലക്കണം കേട്ടോ. നല്ല സുഖം, നല്ല ചെറിയൊരു മധുരവും എല്ലാം ഉണ്ട് കേട്ടോ. ഗൈസ്, എല്ലാവരും ഇതുണ്ടാക്കി നോക്കണം. ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യണം. സബ്സ്ക്രൈബ് കുറവാണ്, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം.